ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം. എന്ത് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ വീട്ടിൽ ആരുമല്ല. ആ ഇളയ കുഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാരും എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ്. അതും സുധിച്ചേണ്ട കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും? 5-6 വയസ്സ് തികഞ്ഞ കുട്ടീനെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എന്റെ അവകാശത്തിൽപ്പെട്ട വീടേ അല്ലത്. ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ എന്റെ വീടല്ലത്. ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ്. ഇപ്പൊ ഈ കണ്ട വീഡിയോ നിങ്ങൾ എന്താന്ന് ചോദിച്ചാല്, രേണുസുതി അടുത്തൊരു കല്യാണത്തെ കുറിച്ച് ഒരു ഇതിൽ പോസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോ അത് പറഞ്ഞപ്പോ രേണുസുതിക്ക് വീട് കൊടുത്ത വ്യക്തി, അത് രേണുസുതിക്ക് കൊടുത്തതല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സുധിച്ചേട്ടന് വേണ്ടി 2 കുഞ്ഞുങ്ങൾക്കും വേണ്ടി തുല്യ അവകാശത്തിൽ കൊടുത്ത വീട് തിരിച്ചെഴുതി കൊടുക്കണം. അങ്ങനെ ഒരു കല്യാണത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചെഴുതി കൊടുക്കാം. ആ പുള്ളിക്കാരനൊരു വീട് കൊടുത്തു എന്ന് വെച്ചിട്ട് ആ പുള്ളിക്കാരന്റെ കയ്യിലാണോ ഇവരുടെ ജീവിതം മൊത്തം ഇരിക്കുന്നത്? അങ്ങനെയൊക്കെ നോക്കിയാണ് വീട് എഴുതി കൊടുത്തിരിക്കുന്നത്. അവർക്കൊരു വിവാഹം കഴിച്ച് ജീവിക്കണ്ടേ? ഇത് ചെറിയ പ്രായമല്ല. അവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ നടത്തി കൊടുക്കേണ്ട, അവരുടെ ആഗ്രഹം നേടിയെടുക്കേണ്ടത് അവർ തന്നെയാണ്. അവർക്ക് വേറൊരു കല്യാണത്തിലോട്ട് പോകണമെങ്കിൽ അത് അവരുടെ ഇഷ്ടമല്ലേ? എന്ന് കരുതി ഈ എഴുതി കൊടുത്ത വീട് തിരിച്ചെങ്ങനെ എഴുതി കൊടുക്കുന്നേ? അങ്ങനെ എഴുതി കൊടുക്കണമെങ്കിൽ കുഞ്ഞുങ്ങളുടെ അവർ പറഞ്ഞതുപോലെ ഇതിനേക്കാൾ ഭേദം വാടക വീടായിരുന്നു. സത്യം അവര് പറയുന്നത്. എന്ത് ലോകമാണ് മനുഷ്യന്മാരിങ്ങനെ ആയാലും. അത് പല ആൾക്കാർക്കും ഉണ്ട് കേട്ടോ. ഓരോ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിളിച്ച് പറയുകയും, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഉണ്ട്. ഞാൻ മിക്ക ആൾക്കാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡ്രസ്സ് തന്നിട്ടായാലും നമ്മൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോകുമ്പോൾ അവർ പറയാം, ഇത് ഞാൻ തന്ന ഡ്രസ്സല്ലേ എന്ന് ചോദിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഇല്ലേ? നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങളില്ലേ? അതേ കണക്കാണ് ഈ മനുഷ്യനും പറയുന്നത്. രേണുസുതി വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ കൊടുത്ത വീട് തിരിച്ചെഴുതി കൊടുക്കുക.